നല്ല സ്ട്രോങ് ഇൻറ്റൻസ് ഫ്ലേവറുള്ള ഈ ഒരു ചക്കപ്പഴത്തിൻ്റെ പേരാണ് കൂഴച്ചക്ക. കൂഴച്ചക്കയുടെ ചുളയാണിത്. ശരിക്കും ഇതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് എനിക്കറിയില്ല. ചക്കകളെ കോമൺ ആയിട്ട് ജാക്ക് ഫ്രൂട്ട് എന്നാണ് പറയാറ്. പക്ഷേ ഈ ഒരു വെറൈറ്റിയുടെ ഇംഗ്ലീഷ് എന്താണെന്ന് ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, കണ്ടുപിടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഇംഗ്ലീഷുകാർ ഈ ഒരു വെറൈറ്റി കഴിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഇതിന് പ്രത്യേകം പേരിട്ടിട്ടുണ്ടാവില്ല. അതായിരിക്കാം സത്യം. വരിക്കച്ചക്കയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂഴച്ചക്ക ഭയങ്കര സ്ലൈമിയാണ്. ഒരു സ്ലൈമിൻ്റെ ഫീലില്ലേ, കാണുമ്പോൾ തന്നെ ആ ഒരു ഫീൽ കിട്ടുന്നില്ലേ? നല്ല സോഫ്റ്റാണ്, പിന്നെ സ്ലിപ്പറിയാണ്. പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തെന്നിപ്പോവും. കൂഴച്ചക്ക അങ്ങനെ സിവിലൈസ്ഡ് ആയിട്ട് കഴിക്കാൻ പറ്റില്ല, കൾച്ചേർഡായിട്ട് കഴിക്കാൻ പറ്റില്ല, ഭയങ്കര മെസ്സി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചക്കയാണ്. എങ്കിലും ഞാൻ മാക്സിമം സിവിലൈസ്ഡ് ആയിട്ട് കഴിക്കാൻ നോക്കാം. കൂഴച്ചക്ക ഒരിക്കലും വരിക്കച്ചക്കയുടെ അത്ര ഫേമസ് അല്ല, പോപ്പുലർ അല്ല. കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് വരിക്കച്ചക്ക ആയിരിക്കും. പക്ഷേ നമ്മൾ അത് കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മൗത്തിൽ മാജിക് കാണിക്കുന്നത് കൂഴച്ചക്ക തന്നെയാണ്. അത് വായിലേക്ക് വെക്കുമ്പോഴേക്കും അങ്ങനെ അലുക്കുന്നൊരു ഫീൽ കിട്ടും. അത് കഴിഞ്ഞ് ഇതിൻ്റെ ആ ഒരു നാരുകൾ നമ്മുടെ നാക്കിലും അതുപോലെ തന്നെ പല്ലിലുമൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന ആ ഒരു ഫീൽ തരും. ഇതിൻ്റെ ആ ഒരു മധുരം ശരിക്കും നമ്മളെ ത്രസിപ്പിക്കും. പിന്നെ ജാക്ക് ഫ്രൂട്ടിൻ്റെ ആ ഒരു ഫ്ലേവർ അതിന് ഒരു ടോപ്പിങ്ങുമാണ്. നല്ല രസമാണ് ഇത് കഴിക്കാൻ.